വൻകിട കപ്പലുകളെത്തിയാൽ തൊഴിൽ നഷ്ടപ്പെടുന്നത് സംബന്ധിച്ച കേരളത്തിലും ആശങ്ക. മത്സ്യലഭ്യതക്കുറവ് മൂലമുള്ള പ്രതിസന്ധി തുടരുന്നതിനിടെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കൂടുതൽ വൻകിട കപ്പലുകളെ അനുവദിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ വേഗത്തിലാക്കി. തുറമുഖങ്ങളിൽ നങ്കൂരമിടാൻ അനുമതി, കപ്പൽ വാങ്ങാൻ സബ്സിഡി തുടങ്ങിയ ആനുകൂല്യങ്ങൾ നൽകുന്നതാണ് പദ്ധതി. ബ്ലൂ ഇക്കോണമിയുടെ ഭാഗമായ പദ്ധതി സംബന്ധിച്ച് കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം വിളിച്ച യോഗത്തിൽ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ KJ ജേന തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. പദ്ധതിക്കായി കപ്പലുകൾ വാങ്ങാൻ 50% സബ്സിഡി നൽകും. ആഴക്കടലിൽ പിടിക്കുന്ന മത്സ്യങ്ങൾ കരയിലെത്തിക്കാനുള്ള യാനങ്ങളും ഇന്ധന സബ്സിഡിയും അനുവദിക്കും. കേരളം, മഹാരാഷ്ട്ര, ഗോവ, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ സംരംഭകർ ഇതിനായി അപേക്ഷിച്ചിട്ടുണ്ട്. ആഴക്കടലിൽ കൂടുതൽ കപ്പലുകൾ മത്സ്യബന്ധനം നടത്തുന്നത് തീരദേശത്തെ മത്സ്യ ഇനങ്ങളെയും ബാധിക്കുമെന്ന ആശങ്കയും പ്രതിഷേധവും കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി പ്രതിനിധികൾ യോഗത്തിൽ അറിയിച്ചു. ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്ന 1000-ഓളം ബോട്ടുകളുണ്ട്. 24 മീറ്ററിൽ താഴെ വലിപ്പമുള്ള ഇവയാണ് 9 ഇനം ട്യൂണകൾ, ഓലക്കൊടി, മുറപ്പടവൻ, മോത തുടങ്ങിയ മത്സ്യങ്ങളെ പിടിക്കുന്നത്. കന്യാകുമാരി, തുത്തൂരിലെ തൊഴിലാളികളാണ് ഇതിൽ പ്രാഗൽഭ്യമുള്ളവർ. വൻകിട കപ്പലുകൾ വർദ്ധിച്ചാൽ ഇവർക്ക് തൊഴിൽ നഷ്ടം സംഭവിക്കുമെന്നും ആശങ്കയുണ്ട്. 3.10 ലക്ഷം യാനങ്ങളുണ്ട്. രാജ്യത്ത് 3.10 ലക്ഷം മത്സ്യബന്ധന യാനങ്ങളുണ്ടെന്നാണ് കണക്ക്. സുസ്ഥിര മത്സ്യബന്ധനത്തിന് 97,000 യാനങ്ങൾ മതിയെന്നാണ് വിലയിരുത്തൽ. കടൽ സമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. കയറ്റുമതി സാധ്യതയുള്ള മത്സ്യങ്ങൾ വ്യവസായ അടിസ്ഥാനത്തിൽ പിടിക്കുക, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയവ ഇതിന്റെ ഭാഗവുമാണ്. വൻകിട കപ്പലുകൾ വർദ്ധിക്കുന്നത് മത്സ്യമേഖലയെ തകർക്കും, പരമ്പരാഗത സമൂഹത്തെ ദരിദ്രരാക്കുമെന്നും കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി പ്രസിഡന്റ് ചാൾസ് ജോർജ് പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിൽ പ്രവർത്തിക്കുന്ന യന്ത്രവൽകൃത ബോട്ടുകളും ഇൻബോർഡ് വള്ളങ്ങളും വാർഷിക ഭൗതിക പരിശോധന ഫിഷറീസ് വകുപ്പ് നടത്തും. ഏറ്റവും കൂടുതൽ വള്ളങ്ങളുള്ള ആലപ്പുഴയിൽ ഈ മാസം പരിശോധന നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. ജില്ലയിൽ പ്രവർത്തിക്കുന്ന ബോട്ടുകളുടെയും ഇൻബോർഡ് വള്ളങ്ങളുടെയും ലിസ്റ്റ് റിയൽ ക്രാഫ്റ്റ് സോഫ്റ്റ്വെയറിൽ പുതുക്കുന്നതിനുള്ള പരിശോധനയാണ് നടത്തുക. ഇത്തരത്തിൽ പരിശോധന പൂർത്തിയാക്കിയ മത്സ്യബന്ധന ബോട്ടുകളും ഇൻബോർഡ് വള്ളങ്ങളും മാത്രമേ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ഓഗസ്റ്റ് 1 മുതൽ മത്സ്യബന്ധനത്തിനായി കടലിൽ പോകാൻ അനുമതി നൽകുകയുള്ളൂ. ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ട്രോൾ ബോട്ട്, ഇൻബോർഡ് വള്ളം ഉടമകളും ബന്ധപ്പെട്ട രേഖകളുമായി അവരുടേതായ കേന്ദ്രങ്ങളിൽ യാനം, എഞ്ചിൻ, യാനത്തിൽ ഉപയോഗിക്കുന്ന വയർലെസ് സീരിയൽ നമ്പർ എന്നിവയുമായി പരിശോധനയ്ക്ക് ഹാജരാകേണ്ടതുണ്ട്. ഇന്ന് വലിയഴീക്കൽ സ്കൂൾ സമീപവും, തറയിൽക്കടവ്, മണിവേലിക്കടവ് പടിഞ്ഞാറേക്കരയിലും, നാളെ ശനിയാഴ്ച കള്ളിക്കാട് വില്ലേജ് ഓഫീസ് സമീപവും, തിങ്കളാഴ്ച പതിയങ്കര വീരാൻപറമ്പ് ഭാഗത്തും, തൃക്കുന്നപ്പുഴ ചീപ്പ് പള്ളിക്കടവ് ഭാഗത്തും, തൃക്കുന്നപ്പുഴ ചീപ്പ് കിഴക്ക് ഭാഗത്തും വെച്ച് നടത്തുന്നുണ്ട്. തോപ്പുംപടി ഹാർബറിൽ വെച്ച് 7-ാം തീയതിയും 8-ാം തീയതികളിലും പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥർ ഉണ്ടാകുന്നതാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.